സിംഗർ സീസൺ 6 ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. നമുക്ക് നമ്മുടെ സ്വന്തം കുട്ടി പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാം. വെൽക്കം മാരി ചേച്ചി, MJ അങ്കിൾ, മധു അങ്കിൾ. മെലഡി റൗണ്ടിൽ നമ്മുടെ സ്വന്തം ദുർഗക്കുട്ടി എത്തുകയാണ്. വെൽക്കം ദുർഗ ഓൺ സ്റ്റേജ്. കയ്യിലെന്തോ പൂക്കെ ആയിട്ടാണല്ലോ വരണേ. എന്താണോ വിശേഷം? ക്രാഫ്റ്റ് ചെയ്തത്, ഒറ്റയ്ക്ക് ചെയ്തത്. അന്ന് പറഞ്ഞത് അല്ലേ? ഞാൻ ഇച്ചിരി ചെറുതായിട്ട് ക്രാഫ്റ്റ് ചെയ്യും. അപ്പൊ ഇത് ഞാൻ ജഡ്ജസിന് വേണ്ടി കൊണ്ടുവന്നതാ. അല്ല, ജഡ്ജസ് പ്ലൂറൽ പറ്റൂല, ഒരാൾക്കേ കൊടുക്കാൻ പറ്റൂ. ആർക്കും അതിൽ 3 പേർക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ആര്യ ചേച്ചി. അതെന്താ എനിക്ക് ക്യാപ്റ്റനുമാണ് പ്രത്യേക സ്നേഹമുള്ളത് അല്ലേ? ഞങ്ങൾ വഴക്കടിക്കണ്ടെന്ന് കരുതിയിട്ടാ. അതെ, സത്യം പിന്നെ കണ്ടോളാന്ന്. പിന്നെ കാണാൻ നിന്നെ ഞാൻ പിന്നെ കൊണ്ടോളാം. അപ്പൊ ഇന്നത്തെ പാട്ട് ഏതാണ്? മാരിക്കുളിരിൻ നീലത്തുളസി. കതിരുകൾ. കതിരുകൾ ഒലയുമ്പോൾ. SP വെങ്കടേഷ് സാർ കറക്റ്റ് ആണോ? ലിറിക്സ് ആരാണ്? ലിറിക്സ് കൈതപ്പുറം ദാമോദരൻ സാർ. പാടിയത് ചിത്രാമ്മയും ദാസാറും. സിനിമ കൗരവർ. വർഷം 1992. വെരി ഗുഡ്. താങ്ക് യു. ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് ജോഷി സാറാണ്. ഇത്ര ബ്യൂട്ടിഫുൾ സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗംഭീരമാട്ടെ. അതെ, ഓൾ ദ ബെസ്റ്റ്. കുട്ടി താങ്ക് യു. നന്നായി പാടും കേട്ടോ.
നൈസ് നൈസ്. താങ്ക് യു. ദുർഗക്കുട്ടി നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. പല സ്ഥലങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. എനിക്ക് തോന്നിയത് ഫസ്റ്റ് പല്ലവിയില് തരിവള ഇളകിയ പൈമ്പുഴ പോലും പോലും എന്നുള്ള ആ നോട്ട് അത് ഒന്ന് പാടി. തരിവള ഇളകിയ പൈമ്പുഴ പോലും മധുമോഹിനി. പോലും പോലും തരിവള ഇളകിയ പൈമ്പുഴ പോലും 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 ആണോ? പോലും മധുമോഹിനിയായി. യെസ്, ഓക്കെ. അത് മാത്രം അവിടെ പല്ലവിയിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ പാടിയപ്പോൾ ഓക്കെയാണ്. പിന്നെ എനിക്ക് തോന്നിയത് പാടുന്നതൊക്കെ ഓക്കെയാണ്, ട്യൂണെല്ലാം ഓക്കെയാണ് കേട്ടോ. പക്ഷെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു വീക്കായി പോകുന്ന പോലെ ഒരു ഫീല്. ലൈനിന്റെ അവസാനം ആകുമ്പോഴത്തേക്കും മോളുടെ വോയിസ് കുറച്ച് തിൻ വോയിസ് ആണ്. ഇപ്പോഴും കുട്ടിത്തം വിട്ട് മാറിയിട്ടില്ല. എത്രയായി? 7. ഇപ്പോഴും ആ കുട്ടി ശബ്ദം ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും ഇപ്പോൾ ആ ഫുൾ ലൈൻ പാടുമ്പോഴത്തേക്കും അവസാനം ആകുമ്പോഴത്തേക്കും ഇങ്ങനെ വീക്കായി പോകുന്നുണ്ട്. അപ്പൊ ആ ശ്രുതി ആടി നിൽക്കും കേട്ടോ. അനുപല്ലവിയൊക്കെ തുടങ്ങിയപ്പോ ഇത് ജസ്റ്റ് പാടിയേ. കോലക്കുഴലുണ്ടോ ചോലക്കിളിയേ. അവിടെ അങ്ങനെ ഒരു വൈബ്രേഷൻ കണ്ട. കോലക്കുഴലുണ്ടോ ചോലക്കിളിയേ ചോലക്കിളിയേ അങ്ങനെ നിർത്തി പ്ലേ സ്ട്രെയിറ്റ് ആയിട്ട്. കോലക്കുഴലുണ്ടോ ചോലുണ്ടോ ഉണ്ടോ ചോലക്കിളിയേ. നീലാഞ്ജനമുണ്ടോ പനിനീർമുകിലേ. അതിനും ഒരു വൈബ്രേഷൻ കണ്ട പാടുമ്പോ. നീലാഞ്ജനമുണ്ടോ പാടി. നീലാഞ്ജനമുണ്ടോ ഉണ്ടോ ഒരു വൈബ്രേഷൻ വരുന്നുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അത് അങ്ങനെ അല്ലാതെ സ്റ്റഡി ആയിട്ട് നിർത്തണം. അത് മോള് ഇതിന് മുമ്പ് പാടുമ്പോഴും അങ്ങനെ ഒരു ഇത് നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് ആ ഒരു വിറയില്ലാതെ പ്ലെയിനായിട്ട് നിർത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ചരണത്തിലാണെങ്കിൽ കൂടി ആ ഫസ്റ്റ് 2-3 ലൈൻസ് അതുപോലെ എനിക്ക് തോന്നി. അതിനുശേഷമുള്ള മെല്ലെപ്പൊഴിയും അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷമുള്ളത് പാടിയേ. മെല്ലെപ്പൊഴിയും ഒരു ഇത്തിരി മഞ്ഞിൻ പുഞ്ചിരി വെട്ടമൊരുക്കുകയായി പുതുപുലരി. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചരണത്തിലെ ആ ഭാഗങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അനുപല്ലവിയിലെയും ചരണത്തിലെ ആ സെക്കൻഡ് ഹാഫ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ ഫസ്റ്റ് 2-3 ലൈൻസ് ആണ് ഇങ്ങനെ ഒരു എന്താ പറയുക വീക്കായിട്ട് പോകുന്ന പോലെ തോന്നിയത്. അപ്പൊ അതൊന്ന് മാറ്റിയെടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. ഇപ്പോൾ കേൾക്കാൻ നല്ല സുഖമുള്ള ഒരു വോയിസാണ്. കുട്ടിത്തം മാറിയിട്ടില്ല എന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിലും നന്നായിട്ട് പാടാൻ സാധിക്കും. നല്ല ടാലന്റഡ് ആയിട്ടുള്ള സിംഗറാണ്. ഓക്കെ ദുർഗു, ഒത്തിരി ഇഷ്ടമായിട്ടാ. പക്ഷെ ഇത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇത്തിരി അതെന്താ വെച്ചാ മെയിനായിട്ട് എങ്ങനെ ഈ പാട്ടിനെ അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറയണേ. നമ്മൾ വേണമെങ്കിൽ ഇത് നമുക്ക് രാവിലെ തന്നെ സാധകത്തിന് ഈ പാട്ട് ഉപയോഗിക്കാം. നമ്മൾ ജണ്ടവരിശ അത് പഠിച്ചിട്ടുണ്ടോ? ജണ്ടവരിശ പല വരിശകളുണ്ടല്ലോ. അതൊക്കെ പാടുന്ന പോലെ എനിക്ക് തോന്നുന്നു രാവിലെ എണീച്ചിട്ട് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ നന്നായിരിക്കും തോന്നുന്നു. കാരണം ഒരുപാട് ഒരു വർക്കൗട്ട് സെഷനാണ്. നമ്മൾ ജിമ്മിലൊക്കെ പോകുന്ന പോലെ നമ്മുടെ വോയിസിന്റെ ഒരു ജിം അവിടെ ആണെങ്കിൽ ഇത് നമുക്ക് കൃത്യമായിരിക്കും. സാധകപ്പാട്ട്. സാധകപ്പാട്ട് അത് തന്നെയാണ്. അത് മോഹനാണ്. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് പോവാം. ഇപ്പോ ഇങ്ങനെ പാടുക. എന്താണ് വ്യത്യാസം? ഏതാ ഇഷ്ടപ്പെട്ടെ അത് ചോദിക്കുന്നത്? അതെന്താ? നമ്മൾ ഏതൊക്കെ സ്വരങ്ങളാണോ നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ടത് ആ സ്ട്രെസ് കൊടുക്കുമ്പോൾ മാത്രമാണ് ആ സ്വരങ്ങൾക്ക് ജീവൻ വെക്കുന്നത്. അപ്പോൾ ഇല്ലേ, അത് കുറച്ചും കൂടെ ഇമ്പാക്ട്ഫുൾ ആയിട്ട് നമ്മൾ പവർ, ഇതിൽ കുറച്ച് പവർ സിംഗിങ് വേണം. എങ്ങനെയാണത് പാടുക? അല്ല, ഒരു ഇമ്പാക്ട് വേണം. ഇങ്ങനെ കൂടെ കാണിച്ച്. മാറിക്കുളിരിൽ നീലത്തുളസി കതിരുകളുലയുമ്പോൾ മലവള്ളിക്കുടിലിൽ നീലക്കുയിലിൻ നറുമൊഴിയുതിരുമ്പോൾ അമ്പലമുറ്റ താലുവിളക്കുകൾ മിന്നി മുനിഞ്ഞപ്പോൾ പൂക്കണിയാടുമൊരാവണി മേട്ടിൽ പൂപ്പടയുണരുകയായി. ഇനി മൊത്തം
പൈപ്പുഴ പോലും മധുമോഹിനിയായി. യെസ്. താങ്ക് യു സാർ. ഇപ്പൊ നമുക്ക് അതിന്റെ ഒരു ഫ്ലേവർ കിട്ടി തുടങ്ങി, നമ്മുടെ പാട്ടിന്റെ ഫ്ലേവർ കിട്ടി തുടങ്ങി. അതാണ് അപ്പൊ നമ്മളിതൊക്കെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ കാണണം, ഇങ്ങനെയൊക്കെ ട്രിക്ക് ചെയ്ത ആൾക്കാരെ പറ്റിക്കാം. ഇതിന്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ നമുക്കറിയാം, പക്ഷെ ഇത് കേൾക്കുന്നവർക്ക് അറിഞ്ഞൂടാ. അതാണ് ചിത്ര ചേച്ചിയുടെ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. എങ്ങനെ ഒരു പാട്ട് പാടണം, ഏതൊക്കെ രീതിയിൽ പാടണം. മോള് പാടുമ്പോൾ ചിത്ര ചേച്ചിയെ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ചേച്ചി പോലെ ചേച്ചി മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ കുഞ്ഞ് ഈ വയസ്സിൽ ഇങ്ങനെ പാടുന്നില്ലേ, അതെ, അത് അത്ഭുതമാണ് കേട്ടോ. യെസ്, അതെ താങ്ക് യു അതെ. സാർ. അതിന്റെ കൂടെ ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പാൽ പായസം പോലെയാകും. അതിമധുരം. അമ്പലപ്പുഴ പാൽ പായസം. അതെ. കോലക്കുഴലുണ്ടോ ചോലക്കിളിയെ, അതിലൊരു സംഗതി പാടിയില്ലേ, അത് സൂപ്പറായിരുന്നു. 100-ൽ 200 മാർക്കായിരുന്നു. താങ്ക് യു സാർ. ഒന്നുകൂടെ കൊതി കേൾപ്പിക്കോ. കോലക്കുഴലുണ്ടോ ചോലക്കിളിയേ. അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞത് ആ വിറക്കണുണ്ടോ, അതാണ് ഞാൻ മാറ്റണം എന്ന് പറഞ്ഞത്. ആ. ചോലക്കിളിയേ. ചോലക്കിളിയേ. ആ, അത് മധുവങ്ങൾ പറഞ്ഞത് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ വേറൊരു വിഭാഗത്തിനെ കുറിച്ചാണ് പറയണത്. ആ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു പോയി ആഹാ ആണ് ഉള്ളില്. അതെ. അങ്ങനെ ആഹാ മൊമെന്റ്സ് എത്ര അധികം ഉണ്ടോ അത്രയും മാർക്ക് കൂടുതൽ കിട്ടും. അതെ അതെ ഇത് ത്രോട്ട് മസിൽ, ഇത് ശ്വാസം. അതാണ് രണ്ടാള് രണ്ട് കാര്യമാണ് പറഞ്ഞത് ഒരേ പോയിന്റിൽ. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്നുള്ള അഭിപ്രായത്തോടുകൂടി എന്റെ ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഉപസംഹരിക്കുന്നു. ദുർഗക്കുട്ടി, എന്തോ? എന്ത് സ്വീറ്റ് വോയിസാന്ന് പറയാ ദുർഗക്കുട്ടിയുടെ. താങ്ക് യു ചേച്ചി. ഭയങ്കര രസമാണ് ശബ്ദം കേൾക്കാൻ. അത് സംസാരിക്കുമ്പോഴും ആ ശബ്ദം കേൾക്കാൻ ഭയങ്കര രസമാണ്, പാടുമ്പോഴും ഭയങ്കര വാക്കുകൾക്ക് രസമാണ്. വേദനിക്കുമോ എന്നുള്ള രീതിയിൽ ഭയങ്കര ക്യൂട്ടാണ് സംസാരമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. നല്ല രസത്ത് പാടുകയും ചെയ്തു കേട്ടോ. താങ്ക് യു ചേച്ചി. ഓൾസോ കോറസ് ടീം ഭയങ്കര രസമായിട്ട് പാടി. എല്ലാവരും ആ സ്വരമൊക്കെ ഭയങ്കര അതെ, ഓൺ അതെ. പോയിന്റ് ആയിരുന്നു. അവരൊക്കെ കിഡിലനായിട്ട് പാടി. ദുർഗക്കുട്ടിക്ക് നല്ല സപ്പോർട്ടും ആയിരുന്നു അല്ലേ? യെസ്. അപ്പോൾ എനിക്കും ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട്. ഒന്ന് മൈക്കിന്റെ പൊസിഷൻ ഒന്ന് മൂക്കിന്റെ അടുത്ത് പിടിക്കാതെ കുറച്ച് താഴോട്ടേക്ക് വന്നാൽ നമുക്ക് ആ നേസിൽ മൂക്കിലൂടെ വരുന്ന ശബ്ദം അതങ്ങ് കുറയ്ക്കാൻ പറ്റും. ഇപ്പം ആ ലാസ്റ്റത്തെ വരി ഒന്ന് പാടിത്തരോടാ. ചിറ്റാടത്തുമ്പത്തും ചരണത്തിലത്തെ ചിറ്റാടത്തുമ്പത്തും ചിറ്റോലത്തുഞ്ചത്തും. ആ ചിറ്റോലത്തുഞ്ചത്തും എന്ന് വരുമ്പോൾ കുറച്ചുകൂടെ നേസൽ സൗണ്ട് ആണ് വരുന്നത് അവിടെ. ഓക്കെ, നമ്മൾ മൈക്കിന്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് ക്ലീൻ ആയിട്ട് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കിട്ടും. ഓവറോൾ കോൺഫിഡൻസ് അപ്പ്. താങ്ക് ഓക്കെ, യു ചേച്ചി. അത് നന്നായി കൂടിയിട്ടുണ്ട്. വോയിസിന് ഫസ്റ്റ് പെർഫോമൻസ് കമ്പയർ ചെയ്യുമ്പോൾ നല്ല കൺട്രോൾ ബെറ്ററായി ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. ഉണ്ട്. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഓക്കെ, അത് കാണാനുണ്ട്. വളരെ എവിഡന്റ് ആണ് ദുർഗക്കുട്ടിയുടെ പെർഫോമൻസിൽ. ഓൾ ദി ബെസ്റ്റ്. ഇതുപോലെ അങ്ങ് പോട്ടെ, സ്ട്രോങ് ആയി നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട്. ഓൾ ദി ബെസ്റ്റ് ബേബി. താങ്ക് യു ചേച്ചി. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ മൈക്കിന്റെ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞില്ലേ, അതിപ്പോ ഇവിടെ കൊണ്ട് വെക്കുകയാണെങ്കിൽ ഇതെങ്ങനെ ഇപ്പൊ എങ്ങനെ കേൾക്കുന്നു? മൂക്കിന്റെ ഇത്. ദുർഗ ഗോയിങ് ടു ബി അവാർഡഡ് എന്നായി പോവും അല്ലേ? ഇതാണെങ്കിലോ ദുർഗ going to be awarded 96.75 on 100 today. താങ്ക് യു സാർ. അത് കിഡിലൻ ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പൊ ദുർഗക്കുട്ടി ഹാപ്പി അല്ലേ? ഓക്കെ, ടാറ്റാ. മുറ്റത്താലു വിളക്കുകൾ മിന്നി മുനിഞ്ഞപ്പോൾ പൂക്കണിയാടുമൊരാവണി മേട്ടിൽ പൂപ്പടയുണരുക. അപ്പൊ നമുക്ക് ഡാൻസ് കളിച്ച് പാട്ട് പാടാൻ നമ്മുടെ റിയാൻ കുട്ടൻ എത്താണ്. Okay. ഹലോ, വിളിക്കാം. Yes. വെൽക്കം റിയാൻ ഓൺ സ്റ്റേജ്. റിയാൻകുട്ടാ, എന്തോ ഇത് റിയാൻകുട്ടൻ തന്നെ അല്ലേ? ആ അതെല്ലേ? ആ ആ, എന്ത് ഈ വേഷത്തില്? ഇത് നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇല്ല. ഇല്ല. ഞാൻ ജോക്കർ. ഓ, ജോക്കറാണല്ലേ? ജോക്കർ സിനിമയായിട്ട് അതിന് കണക്ഷൻ ഉണ്ടോ? എന്താണ് ആ പാട്ടാ ഇന്ന് പടം പോകുന്ന ജോക്കറിലെ പാട്ട്. ആണല്ലേ? ആഹാ. അതിതാണ് ആ പാട്ടല്ല, ചെമ്മാനം പൂത്തേ. ആഹാ. ചെമ്മാനം പൂത്തേ പുതുസിന്ദൂരം തൊട്ടേ. ആ, ഓക്കെ ഓക്കെ ഓക്കെ. അതിന്റെ ഡീറ്റെയിൽസ് പാടിയത് KJ യേശുദാസ് സാർ, മ്യൂസിക് മോഹൻ സിത്താര സാർ, ഓക്കെ. ലിറിക്സ് ലോഹിതദാസ് സാർ, സിനിമ ജോക്കർ, വർഷം 2000. വെരി ഗുഡ്. മിടുക്കൻ. ഇന്ന് ആരാ കൂടെ വന്നേക്കണേ? അമ്മയും ആ. എന്റെ അനിയത്തി ഋതി എന്ന് പറയുന്ന അനിയത്തിയും, ഓ, ഋതി വന്നിട്ടുണ്ട്. ഋതി. Okay. ഋതി. ആ, പിന്നെ അപ്പൂപ്പനും അമ്മൂമ്മയും, പിന്നെ ആഹാ. അപ്പൂപ്പന്റെ കുറച്ച് ഫ്രണ്ട്സും. ഒന്ന്
കോടിയങ്കിള് മോഹൻ എന്ന പേര് ശരി. കോടിയങ്കിളോ? കോടീശ്വരനാണോ? അല്ല മോഹൻ എന്ന പേര് ശരി. ആണോ? ഓ അത് ശരി. പിന്നെ പ്രഭാകരൻ അങ്കിള്, പിന്നെ പിന്നെ ഗണേശൻ അങ്കിള്, ഗണേശൻ അങ്കിൾ എവിടെ? പിന്നെ ഒരാളും കൂടി വന്നിട്ടുണ്ടെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. സതീശൻ അങ്കിള്. യെസ്, സതീശൻ അങ്കിൾ. ആ അങ്കിള് ദുബായിൽ നിന്ന് എന്റെ പാട്ട് കേൾക്കാൻ മാത്രം വന്ന ഞങ്ങള് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ, വർഷങ്ങളായിട്ട് അറിയാം. കാരണം ഞാൻ ഈ ബിരിയാണി തപ്പിപ്പോയി ദുബായിൽ പോയി ബിരിയാണി തപ്പിയപ്പോൾ കാലിക്കറ്റ് നോട്ട് ബുക്ക് അവിടെ എത്തി. അങ്ങനെയാണ് അദ്ദേഹത്തിനെ ആദ്യമായിട്ട് കാണുന്നത്. ഒരുപാട് തവണ ഞാൻ അവിടെ പോകാറുണ്ട്, പല ഇടങ്ങളിലും കാലിക്കറ്റ് നോട്ട്ബുക്കിന്റെ, പ്രത്യേകിച്ചും ദുബായിൽ. അപ്പൊ വളരെയധികം സന്തോഷമാണ് കാണാനായിട്ട്. നമസ്കാരം. എന്റെ നാട്ടുകാരും എന്റെ ബന്ധുക്കളൊക്കെ എന്നെ നല്ല സപ്പോർട്ടാണ്. ആണല്ലേ? അതുകൊണ്ട് അവർക്കൊരു വലിയ ഹായ് കൊടുക്കണം. അപ്പൊ കുന്നിരിക്കത്തും ശ്രീകണ്ഠപുരത്തും ഉള്ള റിയാൻകുട്ടന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നാട്ടുകാർക്കും ബന്ധുക്കാർക്കും എല്ലാം ഞങ്ങളുടെ ഹായ്. റിയാൻകുട്ടാ, എന്തോ എന്റെ അടുത്ത് ആരാണ് ഇരിക്കണേന്ന് അറിയാമോ? ആരാ? ഗസ്. ആരാവും? അനിയത്തിയാ. എന്റെ അടുത്തുണ്ട് കേട്ടോ പാട്ട് കേൾക്കാൻ. എടാ എന്തെങ്കിലും പറയാനുണ്ടോ ചേട്ടൻ്റെ അടുത്ത്? നന്നായിട്ട് പാടണേ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് തുടങ്ങാം. അതെ, ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് ഓൾ ദ യു. ബെസ്റ്റ്. ചെമ്മാനം പൂത്തെ പുതുസിന്ദൂരം തൊട്ടേ, ചെമ്മാനം പൂത്തെ പുതുസിന്ദൂരം തൊട്ടേ, പനയോര കെട്ടിപ്പന്തലൊരുക്കി കാത്തിരിക്കടി പെണ്ണാളെ, കമ്മാരക്കടവത്ത് വഞ്ചിയണഞ്ഞടി കുയിലാളെ, വഞ്ചിയണഞ്ഞടി കുയിലാളെ. ചെമ്മാനം പൂത്തെ പുതുസിന്ദൂരം തൊട്ടെ, പനയോല കെട്ടിപ്പന്തലൊരുക്കി കാത്തിരിക്കടി പെണ്ണാളെ, കമ്മാരക്കടവത്ത് വഞ്ചിയണഞ്ഞടി കുയിലാളെ, വഞ്ചിയണഞ്ഞടി കുയിലാളെ. കരിനീല വണ്ടല്ല, പൂവളത്തിൻ പൂവല്ല, പെടപെടയണ മീനല്ല, കരിനീല വണ്ടല്ല, പൂവളത്തിൻ പൂവല്ല. വിരഹത്താൽ കേഴുന്ന മാൻപേട കണ്ണാണ്, മദനപ്പൂ കൊണ്ടു കലങ്ങിയ പെണ്ണിന്റെ മനസ്സാണ്, മാരന്റെ വിരിമാറിൽ നീരാമ്പൽ പൂപോലെ വീണുകിടന്നു തളർന്നു മയങ്ങാൻ കൊതികൂടുന്നു പെണ്ണിന്, കൊതികൂടുന്നു. ചെമ്മാനം പൂത്തെ പുതുസിന്ദൂരം തൊട്ടെ, പനയോല കെട്ടിപ്പന്തലൊരുക്കി കാത്തിരിക്കടി പെണ്ണാളെ, കമ്മാരക്കടവത്ത് വഞ്ചിയണഞ്ഞടി കുയിലാളെ, വഞ്ചിയണഞ്ഞടി കുയിലാളെ. നുരനുരയണ കള്ളുണ്ടേ, കരിമീൻ കറിയുണ്ടേ, മുത്തുമണിച്ചോറുണ്ടേ. നുരനുരയണ കള്ളുണ്ടേ, കരിമീൻ കറിയുണ്ടേ, മുത്തുമണിച്ചോറുണ്ടേ. തളിർ വെറ്റില തിന്നാത്ത ചെഞ്ചോര ചുണ്ടുണ്ടേ, തല്ലിഞ്ച തേക്കാത്ത വെണ്ണ പോലെ ഉടലുണ്ടേ. പുതുപാട്ടും മോളി ബീഡിപ്പുകയൂതി, കരളും കനവും കവരാൻ പൊന്നെ നീ മാത്രം വന്നില്ല,
വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു സാർ. മിസ് ദേവനന്ദ, അഖില, നിവേദ്യ ആൻഡ് ദ്രൗപദി, വെരി ഗുഡ്. റിയാൻകുട്ടാ എന്തോ? വെരി ഗുഡ്. താങ്ക് യു സാർ. റിയാൻകുട്ടന്റെ പാട്ട് ഇവിടെ ഹൃദയത്തിൽ കൊണ്ടു. താങ്ക് യു സാർ. താങ്ക് യു റിയാൻകുട്ടാ. വെൽക്കം. ചെമ്മാനം തൊട്ടേ, അതൊരു ഗ്ലൈഡ് പാടിയില്ലേ? ആ തൊട്ടയിൽ ഒരു ഗ്ലൈഡ് പാടിയില്ലേ? ആ അവിടെയാണ് അവനിലുള്ള ആർട്ടിസ്റ്റ് കേട്ടോ. എന്തോരം ശ്രദ്ധിച്ചിരിക്കുന്നത്. അതെ അതെ അതെ. അല്ലേ? അതെങ്ങനെ പാടിയേ? ചെമ്മാനം പൂത്തെ പുതുസിന്ദൂരം തൊട്ടേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് ആ യു beginning സാർ. അത് ഗംഭീരമായിട്ട് വന്ന കേട്ടോ. താങ്ക് യു സാർ. കരിമീൻ ഇഷ്ടമാണോ? എനിക്ക് അത്ര ഇഷ്ടമല്ല. അത്ര ഇഷ്ടമല്ല. അങ്കിള് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ കരിമീൻ. അതുപോലെ ഒരു ഹമൂർ എന്ന് പറഞ്ഞൊരു മീനുണ്ട്. ഹമൂർ ഹമൂർ കേട്ടിട്ടുണ്ടോ? ആ കേട്ടിട്ടുണ്ട്. അത് കൂടുതലും നമ്മുടെ ഗൾഫിലാണ് അറബി കൂടുതൽ, നാടുകളിലാണ്. ദുബായില്. അറബി, അതെ, ഗൾഫ്. അപ്പൊ എന്റെ ഭാര്യ പറയും ഞാൻ പോകുന്ന സമയത്ത് ഈ ഹമൂറുകളൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പേടിച്ചിട്ടല്ലേ? പേടിച്ച് സജിഷ്ഠിയുടെ റെസ്റ്റോറന്റിലൊക്കെ അതുണ്ട് ഹമൂർ. മക്കളെ എന്തോ? നന്നായിട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് 1-2 സ്ഥലങ്ങൾ എനിക്ക് മനസ്സിലായില്ല. വിരഹത്താൽ കേഴുന്ന മാൻപേട കണ്ണാണേ. അതിന് സംഗതി എനിക്ക് കറക്റ്റ് ആയിട്ട് അതൊന്ന് കിട്ടി. പാടിയേ. വിരഹത്താൽ കേഴുന്ന മാൻപേട കണ്ണാണ്. അത് തന്നെ, അത് തന്നെ, സെയിം. അത് തന്നെ, അത്രേ ഉള്ളൂ. അവിടെ ആയിരുന്നു നമുക്ക് സംശയം. എന്താണ് റിയാൻകുട്ടൻ പാടുന്നത് മനസ്സിലായില്ലോ. ഇപ്പൊ മനസ്സിലായിട്ടോ. ഇപ്പൊ മനസ്സിലായി. അതുപോലെ തന്നെ ചരണത്തിലും തളിർ വെറ്റില് തിന്നാത്ത അവിടെ ഉം. ഇത് ഈ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ബാക്കിയൊക്കെ സൂപ്പറായിരുന്നു. മധു സാറിന് മറ്റേ ആ? ഇന്നലെ മറ്റേ ഗിഫ്റ്റിന്റെ കാര്യം ഓർത്ത് സാറ് സങ്കടപ്പെട്ടില്ലേ? ആ അപ്പൊ സാറിന് വേണ്ടി ഒരു പാട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ആണോ? പഠിച്ചു. അതേതാ? സാറ് തന്നെ പാടിയ സ്വരാക്ഷരങ്ങളൊക്കെ ആ പാടും. അതൊന്ന് കേക്കട്ടെ, പറഞ്ഞ പോലെ. ആ ആ ഇ ഈ ഉ ഊ ഋ എ എ ഐ. ആ ആ ഇ ഈ ഉ ഊ ഋ എ എ ഐ. ഓ ഓ ഔ അം ആ ക ഖ ഗ ഘ ങ ഛ ഛ ഛ ഛ ഞ ഠ ഠ ഠ ഠ ണ ത ഥ ത ധ ന പ ഫ പ ഭ മ യ ര ല വ ശ ഷ സ ഹ ള ഴ റ ക്ഷ. കാലക്കല്ലേ? മിടുക്കൻ മിടുക്കൻ. താങ്ക് യു സാർ. അതാണ് റിയാൻകുട്ടൻ. ഇതിന്റെയും സംഗീതം ചെയ്തിരിക്കുന്ന മോഹൻ ചേട്ടനാ. മോഹൻ ചേട്ടൻ. രണ്ടും മോഹൻ അതെ. ചേട്ടൻ. നമ്മുടെ ചെമ്മാനം പൂത്തെ അത് പാട്ട് എഴുതിയിരിക്കുന്നത് ലോഹിതാസ് സാറ്. ലോഹിതാസ് സാർ എനിക്ക് വേണ്ടി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള പാട്ട് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. കൊലക്കുഴൽ വിളി കേട്ടോ രാധേ എൻ രാധേ. അതുപോലെ പഹാടി പാടു ഗായിക എന്ന് പറഞ്ഞൊരു പാട്ടും എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഓർക്കാണ്. അപ്പോൾ ലോഹിതാസ് സാറിന് ഒരു വലിയ ട്രിബ്യൂട്ടാണ് ഈ പാട്ട്. നമ്മുടെ റിയാൻകുട്ടന്റെ വക, നമ്മുടെ വക, നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 ഹൃദയ നന്നായിട്ട് ഡാൻസ് കളിക്കും അല്ലേ റിയാൻകുട്ട? ആ ആ ഇവിടെ പാടിക്കൊണ്ടിരുന്നപ്പോ ഇവിടെയും ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ആ നമുക്ക് ഹൃദയയുടെ ഒരു ഡാൻസ് ഉണ്ടല്ലോ. അതെ അതെ. കൊള്ളാലോ. ഈ പാട്ട് തന്നെ ഡാൻസ് ചെയ്യാം നമുക്ക്. ഒരുമിച്ച് കളിക്കാവേ. റെഡി അല്ലേ? ചെമ്മാനം പൂത്തെ പുതുസിന്ദൂരം തൊട്ടെ പനയോല കെട്ടി പന്തലൊരുക്കി കാത്തിരിക്കടി വെണ്ണാളെ. കമ്മാരക്കടവത്ത് വഞ്ചിയണഞ്ഞടി കുയിലാളെ, വഞ്ചിയണഞ്ഞടി കുയിലാളെ. ചെമ്മാനം പൂത്തെ പുതുസിന്ദൂരം തൊട്ടെ പനയോല കെട്ടി പന്തലൊരുക്കി കാത്തിരിക്കടി വെണ്ണാളെ. കമ്മാരക്കടവത്ത് വഞ്ചിയണഞ്ഞടി കുയിലാളെ, വഞ്ചിയണഞ്ഞടി കുയിലാളെ. അടിപൊളി. അനിയത്തിക്കും ചേട്ടനും കൂടി എത്ര മാർക്കാണെന്ന് നോക്കാം അല്ലേ? ആ
റിയാൻകുട്ടുസ്, എന്തോ ഹൃതികുട്ടുസ്. ഹലോ ആ. മാർക്ക് പറയട്ടെ? അങ്കിള് പറയണ അതുപോലെ പറയോ? റിയാൻകുട്ടന് റിയാൻകുട്ടന് ഇന്ന് ഇന്ന് മാർക്ക് മാർക്ക് 97 97. out of 100. നമ്മുടെ ഹൃദയക്കുട്ടിയുടെ വകെ നമുക്ക് എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, കൊണ്ടേ കൊടുത്തോ. പ്രിയൻകുട്ട, അപ്പൊ നല്ല മാർക്കും കിട്ടി, നമ്മുടെ ഹൃദയക്കുട്ടിയുടെ വക നമുക്ക് ചോക്ലേറ്റ്സും കിട്ടി. ഹാപ്പി അല്ലേ? ഞങ്ങളും ഹാപ്പിയാ. ഓക്കെ, അപ്പൊ അടുത്ത തവണ കാണാം കേട്ടോ. ഓക്കെ. ടാറ്റാ. ടാറ്റാ. അടിപൊളിയാക്കണേ. ഓൾ ദി ബെസ്റ്റ്. ടാറ്റാ. ടാറ്റാ. ബൈ ബൈ റിയാൻകുട്ട. ബൈ. ശുഭരാത്രി. ബൈ. ശുഭരാത്രി. 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 അടുത്തത് ടോപ്പ് സിംഗർ സീസൺ 6 ഒരു മനോഹരമായി പാട്ടുമായി എത്തുന്നു നമ്മുടെ സ്വന്തം ജിതക്കുട്ടി. വെൽക്കം ജിത ഓൺ സ്റ്റേജ്. ഹായ്. ഹലോ. ആഹാ. ആഹാ, ജിത മാത്രല്ലല്ലോ. എനിക്ക് തോന്നുന്ന ബെസ്റ്റീസ് ആണെന്ന്. കണ്ടുപിടിച്ചു. കൊറേ രാജ്യത്തു നിന്നുള്ള രാജകുമാരിമാര് നിൽക്കുന്ന പോലെ ഉണ്ടല്ലേ കാണാൻ വേണ്ടി. അതെ. എന്റെ ഫ്രണ്ട്സ് ആണ്. ആ. ഞാൻ പാടാൻ പോണ പാട്ട് എന്ന് പറഞ്ഞാൽ നിറം സിനിമയത്തെ പാട്ടാ. അപ്പൊ ആ നിറം സിനിമ പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിനിമയുണ്ട്. അപ്പൊ ഞാൻ ഇവിടുത്തെ കോർഡിനേറ്റേഴ്സിനോടും ഡയറക്ടറോടും ചോദിച്ചു ഫ്രണ്ട്സിനെ കൊണ്ടുവന്നോട്ടേ ചോദിച്ചു. അപ്പൊ അവര് ഓക്കെ കൊണ്ടുവന്നോളാൻ പറഞ്ഞു. പക്ഷെ ഇതൊന്നല്ല കാര്യം. ഞാന് വലിയ കാര്യത്തിന് ഇവരോട് ഹൈപ്പ് പറഞ്ഞ് തള്ളി മറിച്ച് ഇതിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, എനിക്ക് 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഇവരെ വിളിച്ചു കഴിഞ്ഞാ ഇവര് ഒറ്റ വിളിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി മറിച്ച് വെച്ചേക്കായിരുന്നു. എന്നിട്ട് ഞാൻ അവളെ വിളിച്ച്, എന്നിട്ട് എന്താ പറയാ നടന്നേ പറഞ്ഞിട്ടേ ഇവളത് എന്നെ വിളിച്ചത്. അപ്പൊ ഞാന് ഇവള് പൊതുവെ ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കും, പക്ഷെ അവൾ കൈ തട്ടി വിളിക്കണ കേൾക്കാരം. സ്വാഭാവികമായിട്ട് ഞാൻ എടുത്തിട്ടില്ല അത്. അപ്പൊ അന്ന് ഇത്താത്തന്റെ എൻഗേജ്മെന്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ തിരക്കിലൊക്കെ ആയിരുന്നപ്പോ അവൾ ഇങ്ങനെ വിളിച്ച്. അപ്പൊ ഞാൻ ലാസ്റ്റ് 2ാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോ എടുത്തപ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ കാര്യം മനസ്സിലായില്ല പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞ് ഇങ്ങനെ ടോപ്പ് സിംഗർ ഇങ്ങനെ പിന്നെ ഒരു ഈ നിറത്തത്തെ ഇങ്ങനത്തെ സോങ് ആണ് പാടുന്നത്, അപ്പൊ ഫ്രണ്ട്ഷിപ്പ് സോങ് ആണ്, അപ്പൊ അതിനാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് അങ്ങനെ വിചാരിച്ചു. അപ്പൊ അങ്ങനൊക്കെ വിചാരിച്ചപ്പോ ഞാന് ഒന്നും അങ്ങോട്ടിട്ട് കൊടുക്കാന്നുള്ള രീതിയില് അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞ് അതിന് നമ്മളിപ്പോ ലോങ് ഡിസ്റ്റൻസ് ആണ്, നമ്മൾ ആ കൂടെ 6 7 മാത്രമല്ലേ പഠിച്ചിട്ടുള്ളൂ, അത് പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് നന്നായിട്ട് തള്ളി. ചെറുതായിട്ട് ഫീൽ ആയിട്ടുണ്ട് അത്. ഞാൻ ഇത്രയും ഹൈപ്പിൽ വെച്ച് കൊടുക്ക, അപ്പൊ ഒറ്റയടിക്ക് വേണ്ടി താഴെ വീണ പോലെ അങ്ങനെ പറഞ്ഞ് നമ്മ മുമ്പ് പഠിച്ചതല്ലേ, ഇപ്പൊ എന്ത് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ പറഞ്ഞ്. അപ്പൊ ഞാൻ എന്തപ്പോ ഇങ്ങനെ. അപ്പൊ ഇപ്പഴത്തെ ഫ്രണ്ടോ? ഇവളും എന്റെ പേര് പറഞ്ഞില്ലല്ലോ രണ്ടുപേരുടെയും. എന്റെ പേര് അമാന. അമാന. ഇഷൽ. ഇഷൽ. ഇവളെ ഞാൻ ആദ്യം വിളിച്ച്, എന്നിട്ട് എടുത്തില്ല അവള്. അപ്പൊ ഞാൻ ഇവിടെ വിളിച്ചു, എന്നിട്ടാണ് സംഭവം. ഇവരോട് വർത്താനൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഇവളെ എടുത്തത്. ആണല്ലേ? ഇവളെ എടുത്ത് അത്ര സീനൊന്നും ഉണ്ടായില്ല. ആണല്ലേ? ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടായി പോയി. ഓക്കെ. അപ്പൊ ഇവരൊക്കെ നാട് എവിടെ? ഞാൻ ഇപ്പൊ മലപ്പുറമാണ് പഠിക്കണത്. മലപ്പുറം പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ. ആണോ? ഈ മോള്? ഞാൻ എറണാകുളത്താണ്, മേരി മാതാ ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പൊ ഈ ഫ്രണ്ട് എങ്ങനെ ഇവിടെ എത്തി? അല്ല, ഞങ്ങള് 6 7 ഒരുമിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വന്നാണോ മലപ്പുറത്ത്? അവിടുന്ന് വന്നതാണ്. ഓ, അത് ശരി. ഓക്കെ. ഞാൻ വിചാരിച്ചു ഇവിടെ എന്തായാലും വെരി നൈസ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇശലും അമാനയും നമ്മുടെ കുഞ്ഞിന്റെ പാട്ട് കേൾക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്ഷിപ്പ് നെവർ ഡൈസ്. യെസ്. മാത്രമല്ല ഈ പാട്ട് എന്ന് പറയുന്നത് അബൌട്ട് ഫ്രണ്ട്ഷിപ്പ് ആണ്, അല്ലേ? ഫ്രണ്ട്ഷിപ്പിന്റെ പല നിറങ്ങളാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിറങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും നല്ല നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അതെ. ഈ സപ്പോർട്ടുകളെ അത് ഭയങ്കര 2 pillars ഓഫ് സ്ട്രെങ്ത് ആയിട്ട് അപ്പുറത്തപ്പുറത്ത് നിൽക്കുകയാണ്. സോ അമാന പക്ഷെ ജിതയെ പറ്റി ഒന്നും പറഞ്ഞില്ല. എന്താ പറയാനുള്ളത്? ജിത അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടും, നല്ല ഗുഡ് ഫ്രണ്ട് ആയിരുന്നു. ആയിരുന്നോ? ഇപ്പോഴാണ്
ക്ലാസ്സിൽ ഭയങ്കര കച്ചറായിരുന്നു. എന്താ ചെയ്തേ? ജിത എന്ത് ചെയ്തു? ജിത ഇങ്ങനെ ക്ലാസ് ഒക്കെ നന്നായിട്ട് സ്കിപ്പ് ഒക്കെ ചെയ്യും. ആഹാ. ഇത് സ്കൂളിൽ പഠിക്കുമ്പോഴോ? കലോത്സവവുമായി ബന്ധപ്പെട്ട് അത് സ്കൂളിൽ പഠിക്കുമ്പോ തന്നെ സ്കിപ്പ് ചെയ്യും. എന്നിട്ട് സ്കിപ്പ് ചെയ്യും. ഒന്നില്ലെങ്കിൽ വല്ല പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് വേറൊരു സ്ഥലത്ത് പോയിരിക്കും. ആഹാ. വേറെ സ്ഥലത്ത് പോയി. ക്ലാസ്സിൽ വരത്തില്ല. ക്ലാസ്സിലിരിക്കൂല. ഉണ്ടായിരുന്നു ക്ലാസ് കട്ട് ചെയ്യും കട്ട് ചെയ്യും. അന്ന് അന്ന് സ്കൂളില്. കട്ട് ചെയ്യും. സ്കൂളിൽ ഇതിനെ ടെലികാസ്റ്റ് ചെയ്യുമ്പോ അയ്യോ, അന്നത്തെ ടീച്ചർമാരും അതെ. ഉപ്പയും ഉമ്മയും ബന്ധുക്കളൊക്കെ ആഹാ ഇവൾക്ക് ഇതായിരുന്നല്ലേ പരിപാടി. പണിന്ന് പറയും. ആ ഇപ്പൊ എല്ലാം അറിയും എല്ലാവരും. ശരിക്കും സ്കൂളില് ആദ്യത്തെ 2 മാസവും ഫസ്റ്റിലെ 2 മാസവും അവസാനത്തെ 2 മാസം ക്ലാസ്സിൽ കയറാറുള്ളൂ. കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് ഫുൾ നടപ്പായിരിക്കും. ഇവള് എല്ലാരും കൂട്ടിട്ട് അങ്ങോട്ട് ഇറങ്ങും. ആണല്ലേ? ഞങ്ങൾ ഒരു ടീമായിട്ട് അങ്ങോട്ട് ഇറങ്ങും കലോത്സവത്തിന്. അങ്ങനെ ക്ലാസ്സുകളിൽ പൊതുവെ കയറലില്ല. എന്നെ പോലെ തന്നെ. അല്ല സ്കൂളിൽ പഠിക്കുമ്പോ തന്നെ ക്ലാസ് സ്കിപ്പ് ചെയ്ത് പോണ ആൾക്കാരെ ആദ്യമായിട്ടാ കാണണം. അയ്യോ തൊട്ടിപ്പുറത്തിരിക്കുന്നു. ഞാനും കോളേജിലേക്ക് എത്തിയിട്ട് സ്കിപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ പാട്ട് പാട്ട് മിഴിയറിയാതെ വന്നു നിൻമിഴി ആഹാ ഉഗ്രം പാട്ട്. ബിജു സാർ അല്ലേ? ബിജു സാർ, അതെ അതെ വിദ്യാസാഗർ സാർ. Yes. ഓക്കെ, ബാക്കി പറയട്ടെ. പാടിയത് യേശുദാസ് സർ. വർഷം 1999. അപ്പൊ എന്നാ നമുക്ക് ഫ്രണ്ട്സിനെ ഒക്കെ അവിടെ ഇരുത്തിയിട്ട് പാട്ട് പാടാം. ഫ്രണ്ട്സ് എന്തായാലും ഇത്ര ദൂരത്തുനിന്ന് വന്ന് മലപ്പുറത്ത് നിന്ന് വന്നിരിക്കല്ലേ. എന്തായാലും സന്തോഷം. ദയവായി നിങ്ങൾ ഇരിപ്പിടങ്ങളിൽ എന്റെ ഇരുന്നാലും. പ്രിയപ്പെട്ട രാജകുമാരിമാർ അവിടെ പോയിരിക്കണം. അതെ. ജിത രാജകുമാരി പാടൂ.
വെരി ഗുഡ് വെരി ഗുഡ്. ജിത, ഓ. യു ആർ എൻ ഓസം ടാലന്റ്. താങ്ക് യു സർ. അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ജിതയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് മ്യൂസിക്കിൽ. ആസ് എ മ്യൂസിക് കമ്പോസർ ഐ എം ടെലിങ് യു. അപ്പോൾ അതിന് ഡിഫറെൻറ്റ് ചോയ്സസ് ഓഫ് സോങ്സ് ജിതയുടെ സ്റ്റൈലിനും ജിതയ്ക്ക് ഡിഫറെൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള സോങ്സ് സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അപ്പോഴാണ് ജിതയ്ക്ക് കൃത്യമായിട്ട് ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ദിസ് ഈസ് എ വെരി വെരി ബ്യൂട്ടിഫുൾ സോങ്. വളരെ അരുമയായ, നമ്മുടെ ഹൃദയത്തിൽ കൊള്ളുന്ന, നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ചില കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പാടിയത് വളരെ നല്ലതാണെങ്കിലും ചില കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ കേവ് ഉണ്ടല്ലോ, എന്ന് പാട്. പാൽ നില നില എന്ന് പാടിക്കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അപ്രോച്ച് അല്ലേ. പാൽ നില നില എന്ന് പാടിക്കഴിഞ്ഞാൽ അതൊരു ലാസ്യത്തിലാണ്. അപ്പോൾ കുറച്ചും കൂടെ അത് വരണം എന്ന് തോന്നണോ? ഇതിന്റെ ട്യൂൺ അങ്ങനെയാണ്. അതിന്റെ ട്യൂൺ അങ്ങനെ പാടാമോ? ഒരു ലാസ്യം വരട്ടെ. മിഴിയറിയാതെ വന്നു നീ മിഴിയൂഞ്ഞാലിൽ മിഴിയൂഞ്ഞാലിൽ കനവറിയാതെ ഏതോ കിനാവു പോലെ. ഞാൻ എല്ലാം പാടിക്കുന്നില്ല. ഞാൻ പറഞ്ഞ അതിന്റെ ലയം, ആ ശ്രുതിയിൽ ലയമുണ്ട്, ആ താളത്തിൽ ലയമുണ്ട്, അതേസമയം ഈ ലാസ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ട്യൂണിന്റെ ബ്യൂട്ടി നമുക്ക് കൺവേ ചെയ്യാൻ പറ്റൂ. ഈ ഫ്രണ്ട്ഷിപ്പും നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഫ്രണ്ട്ഷിപ്പിന്റെ നിറങ്ങൾ എല്ലാം നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും. പല നിറങ്ങളുണ്ടല്ലോ. അതുപോലെ അതെങ്ങനെ പാടിയ ഏതോ നിഴൽ തുമ്പികൾ തുള്ളിയോ. ഈ സ്ഥലങ്ങളിലൊക്കെ ലയം വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ പാട്ട് ലയിച്ച് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കുറച്ചും കൂടെ ലയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ റെസണേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പെർഫെക്റ്റ് ആക്കണം. അത് പെർഫെക്റ്റ് ആക്കണമെങ്കിൽ നമ്മൾ ഈ ചിന്തകളൊക്കെ വേണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ അനുപല്ലവി സ്റ്റാർട്ടിങ് ആ ഹൈ നോട്ടില്ലേ, അത് കൃത്യം ഓൺ ദ ഡോട്ട് പിച്ചിലായിരിക്കണം. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എപ്പോഴും എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസിന് നമ്മളൊന്ന് പാടിയിട്ട് ഒന്ന് റെക്കോർഡ് ചെയ്യണം. നമുക്ക് വേണ്ടി മാത്രം, വേറെ ആർക്കും കേൾക്കാനല്ല. എന്നിട്ട് തിരിച്ച് കേട്ട് നോക്കണം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽ, നമുക്ക് പ്രശ്നങ്ങളുള്ള ഏരിയ എവിടെയാണ്, നമുക്ക് ചേഞ്ച് ചെയ്യണം, നമുക്ക് തന്നെ മനസ്സിലാവും. അങ്ങനെ നമുക്ക് വീണ്ടും കറക്റ്റ് ചെയ്ത് പാടാൻ പറ്റും. അപ്പോൾ ഇനിയത്തെ പാട്ടുകളിലേക്ക് വരുമ്പോഴത്തേക്കും അങ്ങനെ ഒരു കറക്ഷൻ നടത്തിയാലും കൂടെ നന്നായിരിക്കും. ഇതെല്ലാം സജഷൻസാണ് ഫ്രം എക്സ്പീരിയൻസ്. ഒത്തിരി ഇഷ്ടത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ, പ്രത്യേകിച്ചും ഈശൽ തേൻ കണം, ആ ഈശലും പിന്നെ അമാനും രണ്ടുപേർക്കും കേട്ടോ. ജിതക്കുട്ടി, ഓ. ഞാനും ആ അഭിപ്രായത്തെ പിന്താങ്ങുന്നു. ഈ പറഞ്ഞ സംഭവങ്ങൾ അതിൽ നിന്ന് കുറച്ച് മിസ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊന്ന് കൊണ്ടുവരാനുള്ള ശ്രമം വേണം. ദാസറിന് സോഫ്റ്റ് ആയിട്ട് പാടിയിട്ടുള്ളത് ഈ പാട്ട്. മിഴിയറിയാതെ വന്നു നീ മിഴിയൂ ഞാനിൽ കനവറിയാതെ ഏതോ കിനാവ് പോലെ മനമറിയാതെ പാറിയൻ മനസരസോരം പ്രണയനിലാക്കിളി നീ ഷഹാന പാടി. പിന്നെ കുറച്ചും കൂടി ഓപ്പണായിട്ട് പാടി. ഇതുവരെ വന്നുണർന്നിടാത്തൊരു പുതുരാഗം എവിടെ മറന്നു ഞാനീ പ്രിയാനുരാഗം. അങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ടാണ് ദാസൻ പാടിയിട്ടുള്ളത്. കൺചിമ്മിയോ നിൻജാലകം ഏതോ നിഴൽ തുമ്പികൾ തുള്ളിയോ. തുറന്നല്ല പാടിയിട്ടുള്ളത്. ആ ഒരു അതും കൂടി ഇത് കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും കേട്ടോ. എന്നും നിന്നെ കൺകോണിൽ ആ ഭാഗത്ത് കുറച്ച് ശ്രുതി
പ്രശ്നങ്ങൾ, കുറച്ച് വോയിസിന് കുറച്ച് സ്ക്രാച്ചസ് ഒക്കെ വന്ന പോലെ തോന്നി എനിക്ക് അവിടെ. തൂമഞ്ഞിനും കുളിരേകുവാൻ, അതുപോലെ തന്നെ അനുഭൂതികൾ, ഇവിടെയൊക്കെ ആ ഒരു ഫീലും പെർഫെക്ഷനും വന്നാൽ നല്ലതായിരുന്നു എനിക്ക് തോന്നി കേട്ടോ. ബാക്കി പല ഭാഗങ്ങളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാടിയത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജിതക്കുട്ടി, ജിത ആ സോങ് സെലക്ഷൻ കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ട് അതിന് മെനക്കെട്ട് അതിന് ടൈം എടുക്കുവാണെങ്കിൽ യു വിൽ ബി ഓൺ ടോപ്പ്. അത് മാത്രം ചെയ്താൽ മതി. ലവ് യുവർ വോയിസ്, ഐ ലവ് യുവർ സ്റ്റൈൽ, ഐ ലവ് ഹൗ യു പ്രസന്റ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് സുന്ദരി മണി. താങ്ക് യു. ഓക്കെ, ഇത് എപ്പോഴും മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ. ഓൾ ദ ബെസ്റ്റ് ബേബി. താങ്ക് യു. ഇശൽ എന്ത് പറയുന്നു? നന്നായിട്ട് പാടി, നല്ല ഇഷ്ടപ്പെട്ടു. Thank you. നല്ല ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റി. ഇശൽ പണ്ട് പാടുന്ന പോലെ തന്നെയാണ് എപ്പോഴും. പണ്ട് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ആള്. അതാണ് എനിക്കറിയേണ്ടത്. അതാണ്. അതാണ്. അപ്പൊ അത് ഞാൻ സ്കൂളിൽ പാടുന്നൊക്കെ ഇങ്ങനെ കേട്ട് ഇവിടെ വന്നപ്പോ നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ആള്. ഞാൻ പണ്ട് മുതൽ ഒരു 6-7 ക്ലാസ്സിലൊക്കെ എല്ലാ പ്രോഗ്രാമിനും ആള് കൂടും, നല്ല ആക്റ്റീവായിട്ട് എല്ലാം കൂടും, നന്നായിട്ട് പാട്ടൊക്കെ പാടും. അപ്പൊ നമുക്ക് അറിയണ്ടായിരുന്നില്ല അന്ന് ഇങ്ങനത്തെ ഓരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊന്നും. അപ്പോ ഇങ്ങനെ വേദിയിലെത്തിയപ്പോ ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര അടിപൊളി. അമ്മാന നല്ല രസമുണ്ടായിരുന്നു. ആഹാ, എനിക്ക് നല്ല ഇഷ്ടമായി. മൾട്ടി ടാലന്റഡ്, സ്പോർട്സ്, ആർട്സ്, ഡാൻസ് എല്ലാം ഉണ്ട്. അതെ അതെ. ആ അവള് എല്ലാത്തിനും ചേരുമായിരുന്നു. അതാ കരാട്ടെ. ആ കരാട്ടയ്ക്കും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ആഹാ. ഞങ്ങൾ 3 ഒരുമിച്ച് ഓട് പൊട്ടിക്കോ? അത് ശരി. ഓട് പൊട്ടിക്കറിയോ? അറിയാം. നമ്മള് ഇവിടെ തന്നെ ഇരിക്കണോ? എല്ലാരും കൂടെ ഒന്നിച്ച് കൂട്ടായിട്ട് വന്നിരിക്കുക. അപ്പൊ ജിതയെ പറ്റി പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ബഹുമുഖ പ്രതിഭ. So Jida going to be awarded 96.75 on 100 today. താങ്ക് യു സർ. എനിക്ക് ഇവരുടെ ഒക്കെ കൂടെ എല്ലാരും ഫ്രണ്ട്സ് അല്ലേ, നമ്മളെല്ലാരും ഫ്രണ്ട്സ് അല്ലേ ഇപ്പൊ. അപ്പൊ ഈ സിനിമയും ഫ്രണ്ട്സ് ആണല്ലോ, ഫ്രണ്ട്സുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഈ മൊമെന്റ് എനിക്കൊന്ന് ഫോട്ടോ എടുത്തിട്ട് എടുത്തോ? എടുക്കാലോ. സെൽഫി അല്ലേ? സെൽഫി സെൽഫി. അല്ലേ വായോ. അപ്പൊ നമ്മളൊക്കെ വേണം വേണം. നമ്മള് ഫ്രണ്ട്സ് അല്ലേ? ഇപ്പൊ ചോദിച്ചപ്പോഴല്ലേ? അല്ല അത്രേ ഉള്ളൂ സ്നേഹം. അല്ലല്ല. ആ? വായോ വായോ. വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും നമ്മൾ വരും. ഓക്കെ. സ്വന്തം ഫോണാണോ? അതെ, ഞാന് പ്രോഗ്രാംസിനൊക്കെ പോയിട്ട് കിട്ടിയ പൈസ കൂട്ടി വെച്ചിട്ട് എന്റെ ഫോണാണ്. വാങ്ങിച്ചതാണ്. That is greatness. Greatness. Yes, yes. താങ്ക് യു. അപ്പൊ ജിതയ്ക്കും ഫ്രണ്ട്സ് ഇതൊരു ഹാപ്പി മൊമെന്റ് അല്ലേ? ഓക്കെ, അതെ. ഓക്കെ, അപ്പൊ ഞങ്ങളും ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പിയാണ്. അടുത്ത ദിവസം കാണാം. ഓക്കെ, ടാറ്റാ. ബൈ ബൈ ബൈ. ഗുഡ് നൈറ്റ്. Good night. മധുവങ്കളെ, ഓ, അടുത്തത് അങ്കളുടെ അമൃതം പൊടിയാണ് വരുന്നത്. അമൃത AM. Yes. നമ്മുടെ സ്വന്തം അമ്മുക്കുട്ടി. വെൽക്കം അമൃത ഓൺ സ്റ്റേജ്. ഹായ് അമൃതം. ഹലോ. ഹായ്. സുന്ദരിയായിട്ടുണ്ടല്ലോ. ഹായ്. Who is this? അമൃത AM. Who am I speaking to? അമൃത AM. അമൃത AM. Who is talking back to me? അമൃത AM. പക്ഷെ ഇപ്പൊ PM ആണ്. ഇപ്പൊ PM ആണ്. അല്ലേ? വൈകുന്നേരം ആയില്ലേ? ഇപ്പൊ അമൃത PM ആണ്. അയ്യോ, ഇപ്പൊ അമൃത പ്രൈം മിനിസ്റ്റർ. അയ്യോ, മൊത്തം ചെലവോടാ. അപ്പൊ അമൃതക്കുട്ടി എന്തോ ഏത് പാട്ടാ പാടാൻ പോകുന്നേ? സീതപ്പക്ഷി. സീതപക്ഷി. സീതപക്ഷി. അതെങ്ങനെ ട്യൂണ്? സീതപ്പക്ഷി ആ. സീതപ്പക്ഷി. യെസ്. അത് സീത വന്നു കേട്ടോ. സീത. അത് പാടിയത് സീത വന്നു. സീത എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിൽ വന്നു. നന്നായി. ഹിന്ദി അറിയാമോ? ഇല്ല ഇല്ല, ഹിന്ദി കുറച്ചൊക്കെ. ഹിന്ദിയിലൊക്കെ പറയാം. തൊട മാലും. സീത ചലോ സീത. നേരെ വണ്ടി എടുത്തോ. അതാണ് ഭയങ്കര പാണ്ഡിത്യമാണ് എനിക്ക് ഹിന്ദിയില്. ശാസ്ത്രജ്ഞനല്ലേ? ശാസ്ത്രജ്ഞൻ. കയ്യിലാ ശാസ്ത്രം കയ്യിലാണ്. അതെ. അപ്പൊ നമുക്ക് സീത ഡീറ്റെയിൽസ് പറഞ്ഞോ. മൂവി ഒരു സുന്ദരിയുടെ കഥ. വർഷം കഥയല്ല, കഥ. കഥ ആ. 1972. യെസ്. മ്യൂസിക് ദേവരാജ മാസ്റ്റർ. പാടിയത് പി സുശീലമ്മ. അപ്പൊ ലിറിക്സ് എഴുതാണ്ട് ആരെങ്കിലും പാടുവോ? ലിറിക്സ് വയലാർ സാർ. ഇതില് വേറൊരു ഉഗ്രൻ പാട്ടുണ്ട്. ആ.
വെണ്ണ തോൽക്കുമുടലോടെ. സൂപ്പർ പാട്ടാണ് കേട്ടോ. അത് പിന്നെ പഠിക്കണേ. പഠിക്കാം. അപ്പൊ come on. യെസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സീതപ്പക്ഷി സീതപ്പക്ഷി നിന്റെ ശ്രീവല്ലഭനിന്നു വരും ശ്രീതിലകപ്പക്ഷി. സീതപ്പക്ഷി സീതപ്പക്ഷി നിന്റെ ശ്രീവല്ലഭനിന്നു വരും ശ്രീതിലകപ്പക്ഷി. സീതപ്പക്ഷി സീതപ്പക്ഷി. കല്യാണവില്ലു കുലയ്ക്കും കർണികാരമാലയിടിക്കും ഒരു നാൾ ആ കൈവല്ലികളിൽ നാഥൻ നിന്നെ കോരിയെടുക്കും. കല്യാണവില്ലു കുലയ്ക്കും കർണികാരമാലയിടിക്കും ഒരു നാൾ ആ കൈവല്ലികളിൽ നാഥൻ നിന്നെ കോരിയെടുക്കും. പീതാംബരമാകെ ഉലഞ്ഞു പീലിച്ചുരുൾ കൂന്തലഴിഞ്ഞു നിന്നെ വെളുപ്പിന് കണി കണ്ടാൽ നിത്യമംഗല്യം ഗ്രാമകന്യകമാക്കില്ല നിത്യമംഗല്യം. സീതപ്പക്ഷി സീതപ്പക്ഷി നിന്റെ ശ്രീവല്ലഭനിന്നു വരും ശ്രീതിലകപ്പക്ഷി. സീതപ്പക്ഷി സീതപ്പക്ഷി. ശൃംഗാര സ്വപ്നമുണർത്തും ചുണ്ടുകൊണ്ട് മുത്തണിയിക്കും ഒരു നാൾ ആ ശ്രീവത്സാംഗിത വക്ഷസിൽ നീ വീണുമയങ്ങും. ശൃംഗാര സ്വപ്നമുണർത്തും ചുണ്ടുകൊണ്ട് മുത്തണിയിക്കും ഒരു നാൾ ആ ശ്രീവത്സാംഗിത വക്ഷസിൽ നീ വീണുമയങ്ങും. നാൽപ്പാമര പൂഞ്ചോലകളിൽ നാലാം കുളി കഴിഞ്ഞു വരുമ്പോൾ നിന്നെ വെളുപ്പിന് കണി കണ്ടാൽ നിത്യതാരുണ്യം ഗ്രാമസുന്ദരിമാർക്കെല്ലാം നിത്യതാരുണ്യം. സീതപ്പക്ഷി സീതപ്പക്ഷി നിന്റെ ശ്രീവല്ലഭനിന്നു വരും ശ്രീതിലകപ്പക്ഷി. സീതപ്പക്ഷി സീതപ്പക്ഷി. വെരി ഗുഡ്, വെരി ഗുഡ്. ഏയ് സീതപക്ഷി എന്തോ കൊള്ളാട്ടോ. താങ്ക് യു. ഈ പാട്ട് ഒത്തിരി നാളായി ഞങ്ങൾ കേട്ടിട്ട്, അതുകൊണ്ട് തന്നെ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. അതെ. ഒരുപാട് നാളിന് ശേഷം നമ്മളൊരു ക്ലാസിക് പാട്ട് കേൾക്കുമ്പോഴേ അതിന്റെ ഒരു രസമുണ്ട് കേട്ടോ. താങ്ക് യു. ആ കോസ്റ്റ്യൂം കലക്കിയിട്ടുണ്ട്. താങ്ക് യു. സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. ആ മയിൽപീലിയുടെ സൗന്ദര്യം പോലെയാണ് ഈ പാട്ടിന്റെ സൗന്ദര്യം. ആ ആ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. സുശീലാമ്മയല്ലേ പാടിയ ആ. ആ ശബ്ദം ഇങ്ങനെ അതെ, ചെവിയിലുണ്ട്. അതെ, അതെ, അതെ. പിന്നെ കുഞ്ഞ് പാടി തുടങ്ങിയപ്പോ ആ. ആദ്യം മ പദ പ സ പദ പ അത് പാടി കൃത്യമായിരുന്നു കേട്ടോ. Yes, yes, yes. താങ്ക് അതിനൊരു യു. കഴിവ്. പിന്നെ നല്ല കോൺഫിഡന്റ് ആണേ. നമ്മൾ കാണാറുണ്ട് നമ്മുടെ പല കണ്ടസ്റ്റൻസ് ഇവിടെ വരുമ്പോഴത്തേക്കും പേടിക്കുന്നത്. അതെ, അതെ, അതെ. പക്ഷെ നമ്മുടെ AM കുട്ടിക്ക് No പേടിയേ piadi. നോ ഫിയർ നോ ഫ്രൈറ്റ് വെരി ബ്രേവ്. താങ്ക് യു. ഞാൻ പാടും, അത് കേട്ടോണേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ട്രംപറ്റ് ബ്ലോ ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞ്. അത് ആ സീതപക്ഷിയിലൊക്കെ അത് കറക്റ്റ് നോട്ട് അതെ, അതെ, അല്ലെങ്കിൽ അതെ. അത് പ്രശ്നമാണ്. പേടിയുണ്ടെങ്കിൽ അത് വരില്ല. ആ, പേടിയുണ്ടെങ്കിൽ പാളിപ്പോവും. അതെ അതെ പെട്ടെന്ന് പാളാവുന്ന സ്ഥലമാണ്. അതെ, അതെ, അതെ. അങ്ങനെ ഇടയ്ക്കുള്ള സീതപക്ഷി എങ്ങനെയുണ്ടായി? കുഴപ്പമില്ല. നന്നായിരുന്നു. പിന്നെ വന്ന സീതപക്ഷി അത് അത് കുഴപ്പമില്ലായിരുന്നു. ആ കുഴപ്പമില്ല. കുഴപ്പമില്ലായിരുന്നു. ഏറ്റവും ലാസ്റ്റ് സീതപക്ഷി പറന്നുപോയി. അത് അത് മാത്രം പറന്നുപോയി. അത് മാത്രം അത് പറന്നുപോയി. അതെ, അവസാനമായപ്പോ പറന്നുപോയി. അവസാനം പറന്നുപോയി. അവിടെ ഞാൻ വിചാരിച്ചു ആ ഇത് ഗോൾ അടിച്ച് എന്ന് വിചാരിച്ചപ്പോ ദേണ്ട കിടക്കണം ചട്ടിയും കാലം. അതെ. ആ രീതിയിലേക്ക്. പിന്നെ ഈ അനുപല്ലവിയിലില്ലേ, ആ.
അനുപല്ലവിയിൽ ഇങ്ങനെ പാടി വരുമ്പോഴത്തേക്കും നിത്യമംഗല്യം എന്ന് വന്നില്ലേ? ആ. വെരി അതെ എൻഡ്. അതെ അതെ. അത് സായില് ചേർത്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശ്രുതി. ഇല്ല. ഇല്ലല്ലോ. ആ. അപ്പൊ നമുക്കൊന്നും ചേർത്ത് നോക്കാം. നിന്നെ വെളുപ്പിന് കണി കണ്ടാൽ കണ്ടാൽ കണി കണ്ടാൽ നിത്യമംഗല്യം ഗ്രാമകന്യകമാക്കില്ല. മാർക്കല്ല. എത്ര മാർക്ക്? നിത്യമംഗല്യം ഗ്രാമകന്യകമാക്കില്ല. നിത്യമംഗല്യം നിത്യമായിട്ടൊന്ന് ശ്രുതി ചേർത്ത്. നിത്യമംഗല്യം അത് ശ്രുതി ചേർത്ത്. നിത്യമംഗല്യം നിത്യമംഗല്യം മംഗല്യം മംഗല്യം. നിത്യമംഗല്യം. യെസ്. പിന്നെ ആ ശ്രീവത്സാംഗിത വക്ഷസ് ചരണത്തിൽ എന്റെ അമ്മോ കുഞ്ഞിന്റെ വായ കൊള്ളുന്നില്ല. അത് കൊള്ളുന്നില്ല വായില്. എന്തൊക്കെയോ സംഭവമാണ് ഇത്. ഞാൻ പാടേണ്ടി വരണല്ലോ ദൈവമേ എന്ന് പറഞ്ഞിട്ട് അത് പാടുന്നത്. അതെങ്ങനെയായിരുന്നു? അതെനിക്ക് ഒന്നുകൂടെ കേക്കണം. ശൃംഗാര സ്വപ്നമുണർത്തും ചുണ്ടുകൊണ്ട് മുത്തണിയിക്കും ഒരു നാൾ ആ ശ്രീവത്സാംഗിത വക്ഷസിൽ നീ വീണുമയങ്ങും. അതിങ്ങനെ പറഞ്ഞാൽ തപ്പിപ്പിടിച്ച് ഞാൻ രക്ഷപ്പെട്ടെ. അങ്ങനെയാണ് പറഞ്ഞത്. അത് കുറച്ചുകൂടെ ശ്രീവത്സാംഗിത വക്ഷസ് അങ്ങനെ പറഞ്ഞ് നമുക്ക് രക്ഷിക്കാം. എന്തിനാണ് വയലാർ സാർ ഇങ്ങനെ എഴുതിയത്? നമ്മുടെ കുഞ്ഞിന് പാടണമെന്ന് അറിഞ്ഞൂടെ വയലാർ സാറിന്? ശ്രീവത്സാംഗിത വക്ഷസ്. പാടി. ശൃംഗാര സ്വപ്നമുണർത്തും ചുണ്ടുകൊണ്ട് മുത്തണിയിക്കും ഒരു നാൾ ആ ശ്രീവത്സാംഗിത വക്ഷസിൽ നീ വീണുമയങ്ങും. ഇപ്പൊ അത് കൺഫേം ചെയ്തു. ഇപ്പൊ കിട്ടി. അതെ, മിടുക്കിയാണ്. അത് ഉറപ്പിച്ചു. താങ്ക് യു. എനിക്ക് ആ ഒരു നാൾ എന്ന് പാടിയത് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. അതെ അതെ അതെ. അനുപല്ലവിയിലും ചരണത്തിലും പാടി വന്നപ്പോ എസ്പെഷ്യലി അനുപല്ലവിയില് നല്ല രസത്തിൽ പോകുന്നുണ്ട്. പല നാള് പോലെ ആയിപ്പോയനെ. പിന്നെ കാര്യമായിട്ട് എന്താ അമൃതകുട്ടി? കാര്യമായിട്ടൊന്നുമില്ല. ഒന്നുമില്ല അല്ലേ? ഇത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പാവം. ഓ ടഫ് പാട്ട്. പിന്നെ എനിക്ക് പല്ലവി തുടങ്ങിയത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെ, പല്ലവി നന്നായിരുന്നു. അതിലെനിക്ക് ശ്രീവല്ലഭൻ മാത്രം, രണ്ടാമത്തെ ശ്രീവല്ലഭന്റെ ഭ മാത്രം ഒരു ഇത്തിരി ശ്രുതി. നിന്റെ ശ്രീവല്ലഭൻ എന്നു വരും ശ്രീതിലകം. അത് ഇവിടെ മുറുക്കുന്നുണ്ട്, ഇങ്ങനെ സ്ക്രൂ ചെയ്യുന്നുണ്ട്. അതെ അതെ. വേറൊന്നുമില്ല. കിടു. താങ്ക് യു. കോൺഫിഡൻസ് ആണ് നമ്മുടെ മെയിൻ ഇപ്പം അല്ലേ? പാടി ശീലായി. ആരുണ്ടായാലും ഒരു കുഴപ്പമില്ല, ഞാൻ പാടും, നിങ്ങൾ കേക്കും. അങ്ങനെ ആയിട്ടുണ്ട് ഇപ്പൊ. മിടുക്കിയാണ് അമൃതക്കുട്ടി. താങ്ക് യു. എന്തായാലും അമൃതത്തിന്റെ ശബ്ദം അമൃതം പോലെ തന്നെയുണ്ട്. താങ്ക് യു. കൊള്ളാം. ശ്രുതി ശുദ്ധം താങ്ക് യു. ഭൂരിഭാഗവും. പിന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അതിപ്പോ നമ്മളൊക്കെ വിചാരിച്ചു എല്ലാം കഴിയുമ്പോ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം എന്നൊക്കെ വിചാരിച്ചതാ. അപ്പൊ നോക്കിയപ്പോ എന്താ അവസാനത്തെ സീതപക്ഷിയെ കൊണ്ട് പറത്തി അങ്ങ് വിട്ടു. അപ്പൊ അതൊക്കെ പല്ലവി എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ വല്ലഭൻ ഇപ്പൊ പാടിപ്പിച്ചില്ലേ, എന്തായാലും നല്ല കോൺഫിഡൻസ് ഉണ്ട് ഇപ്പൊ. അതങ്ങനെ അതങ്ങനെ കീപ്പ് അപ്പ് ചെയ്യൂ കേട്ടാ. ഇനിയിപ്പോ കൂടി വരും. ഇപ്പൊ നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നോണ്ടിരിക്കുന്നുണ്ട്. നല്ല മിടുക്കിയായിട്ട് പാടാൻ തുടങ്ങും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. Amrita AM എന്തോ is going to be awarded 98.25 on 100. താങ്ക് യു. സീതപക്ഷി നിന്റെ ശ്രീവല്ലഭൻ എന്നു വരും ശ്രീതിലകം. അപ്പൊ അമൃതക്കുട്ടിയാണ് നമ്മുടെ ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ. അപ്പൊ മധുവങ്കളെ, ദില്ലീവായിട്ട് നൽകുന്ന ഗിഫ്റ്റ് നമുക്ക് അമൃതത്തിന് കൊടുത്താലോ? തീർച്ചയായിട്ടും. ഓക്കെ, വെൽക്കം. പല്ല് വെച്ച് നന്നാവട്ടെ. സീതപക്ഷി സീതപക്ഷി. അമൃതത്തിന്റെ പല്ലുകൾ മുത്തുപോലെ തുടങ്ങുന്നുണ്ടല്ലോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ അമൃതം ഹാപ്പി ആയല്ലോ. ഹാപ്പി. അടുത്ത തവണ ഇതിലും അടിപൊളിയാക്കുക. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ. ബൈ, ഗുഡ് നൈറ്റ്. ബൈ, ഗുഡ് പല്ല് വെച്ചിട്ട് കിടന്നുറങ്ങൂ കേട്ടോ. രാവിലെ എണീറ്റിട്ടും പല്ല് തേക്കണേ. ഓക്കെ, ബൈ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ്. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ, ബൈ ബൈ.